അക്ഷരപ്പൂക്കൾ വിരിയാനായി മേഘമായി മാറി മഴയായി പെയ്തു. മരുപ്പച്ച തേടും മലയാള മണ്ണിൻ നേത്രമായി മാറി നിന്നുൾ കാഴ്ചകൾ. കണ്ണാടി ചില്ലിൽ കുറിച്ചിട്ട വാക്കുകൾ കൺമുന്നിലായി തെളിയുന്ന ദീപം. നിശബ്ദതയുടെ ആഴങ്ങളിൽ അതിൻ്റെ പൊരുളറിഞ്ഞ് ലോകസാഹിത്യത്തിൻ്റെ ആഴത്തിലേക്ക് സഞ്ചരിച്ച് ഏകാന്തതയുടെ താളാത്മക സൗന്ദര്യം തൊട്ടറിഞ്ഞ ഒരാൾ. എത്രയെത്ര ജീവിതങ്ങളും സംസ്കാരങ്ങളുമാണ് വിവർത്തന സാഹിത്യത്തിലൂടെ നമ്മുടെ മുന്നിലെത്തിച്ചത്. അക്ഷരങ്ങൾ പൂത്ത വസന്തത്തിലേക്ക് വായനക്കാരനെ നയിച്ച വിവർത്തകൻ. ഒരു തപസ് പോലെ തൻ്റെ എഴുത്തുമുറിയിൽ അനസ്യൂതം തുടരുന്ന കർമ്മത്തിലാണ് അദ്ദേഹം. പിറന്നു വീഴുന്ന കുഞ്ഞിൻ്റെ ലാളിത്യത്തോടെ ഓരോ അക്ഷരവും മലയാളത്തിന് പകർന്നു നൽകി തൃശ്ശൂരിലെ ചെമ്പൂക്കാവിലെ സുഗേയം എന്ന തൻ്റെ വസതിയിൽ വിനീതനായി അദ്ദേഹമുണ്ട്. അതെ, എൻ മൂസക്കുട്ടി എന്ന വിവർത്തകൻ തൻ്റെ കർമ്മം തുടരുകയാണ്. എൻ മൂസക്കുട്ടി മലയാളത്തിലെ ഗദ്യ വിവർത്തകരിൽ വളരെ പ്രധാന സ്ഥാനം അർഹിക്കുന്നൊരു പരിഭാഷകനാണ്. പരിഭാഷകൻ എഴുത്തുകാരനേക്കാൾ അല്ലെങ്കിൽ എഴുത്തുകാരിയേക്കാൾ കീഴെയുള്ള ഒരു ആളാണെന്ന്, ഒരു വ്യക്തിയാണെന്നുള്ള സങ്കല്പം പൊതുവെ സാഹിത്യത്തിൽ നിലവിലുണ്ട്. പക്ഷേ 50 വർഷത്തിലേറെ പരിഭാഷാ പരിചയമുള്ള എനിക്ക് പറയാൻ കഴിയുക, പരിഭാഷ സർഗാത്മകമായ ഒരു പ്രവർത്തനമാണ്, എഴുത്തുപോലെ തന്നെ പ്രധാനമാണ്. ഒരുപക്ഷെ എഴുത്തിനേക്കാളേറെ സ്വന്തം ഭാഷയ്ക്കും സ്വന്തം സാഹിത്യത്തിനും സംഭാവന നൽകുന്ന ഒരു ശാഖ കൂടിയാണ് വിവർത്തനം എന്നത്. ഇപ്പോൾ മൂസക്കുട്ടി മാഷെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങൾ പല രീതിയിൽ ശ്രദ്ധേയമാണ്. ഒന്ന്, പല കാലങ്ങളിൽ നിന്നുള്ള കൃതികൾ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ നാടോടി കഥകൾ, അല്ലെങ്കിൽ ഡെക്കാമറോൺ കഥകൾ, അറബി കഥകൾ, ഇങ്ങനെയുള്ള പഴയ കാലത്തെ കഥകൾ മുതൽ നമ്മുടെ ഏറ്റവും സമീപകാലത്തുണ്ടായ കൃതികൾ വരെ അദ്ദേഹത്തിൻ്റെ വിവർത്തനത്തിൽ പെടുന്നുണ്ട്. അദ്ദേഹം അനേകം പ്രധാനപ്പെട്ട കൃതികൾ, ഡോസ്റ്റോയെവ്സ്കിയുടെ കൃതികൾ, മൊപ്പസാങ്ങിൻ്റെ കൃതികൾ ഒക്കെ തന്നെ കഥകളും നോവലുകളുമായിട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിനേക്കാളേറെ പ്രധാനമാണ് ഒരുപക്ഷെ ജെയിംസ് ജോയ്സിൻ്റെ യുലിസസ് പോലെ ഏത് വിവർത്തകനും വെല്ലുവിളിയാകാവുന്ന ഒരു നോവൽ വിവർത്തനം ചെയ്യുന്നത്.
അതിൽ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ഈ മോളി ബ്ലൂമിൻ്റെ 65 പേജോളം വരുന്ന മോണലോഗ്, ഏക ഭാഷണം, അതിൻ്റെ ഒരു അത് നടക്കുന്ന തുടർച്ചയായിട്ടാണ്. ആ അനുസ്യൂതമായൊരു ഭാഷണം വിവർത്തനം ചെയ്യുന്നത് ഏത് പരിഭാഷകനും ഏത് ഭാഷയിലായാലും ഒരു വലിയ വെല്ലുവിളിയാണ്. അത്തരം ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നത് തന്നെ ഒരു വലിയ പ്രവർത്തനമാണ്. അതുപോലെ യുലിസസ് പോലുള്ള ഒരു വലിയ ഒരു ക്ലാസിക്, ആധുനികമായ ക്ലാസിക് എന്ന് പറയാവുന്ന ഒരു രചനയുടെ പരിഭാഷ നിർവഹിക്കുക എന്നത് ഒട്ടും തന്നെ അനായാസമല്ല. അതിന് തയ്യാറാകാൻ പോലും ഒരു വലിയ ധൈര്യം വേണം. ആ ധൈര്യം എന്ന് പറയുന്നത് ഒരു വെറും സാഹസികമായൊരു ധൈര്യമല്ല, 2 ഭാഷയിലുമുള്ള അറിവ്, 2 സംസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവ്, ആധുനികത എന്താണ് എന്ന അറിവ്, അബോധത്തിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള അറിവ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മൂലധനം എന്ന നിലയിൽ ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് യുലിസസ് പോലുള്ള ഒരു കൃതിയുടെ വിവർത്തനം. 130-ലേറെ കൃതികൾ അദ്ദേഹത്തിൻ്റെ വിവർത്തനങ്ങളിലൂടെ മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത്രയധികം വിവർത്തനങ്ങൾ നിർവഹിച്ച മറ്റൊരാളുണ്ട് മലയാളത്തിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവസാനമായിട്ട് മൂസക്കുട്ടി മാസ്റ്റർ വിവർത്തനം ചെയ്ത് ഏതാണ്ട് പൂർത്തിയായ ഒരു കൃതി, അതും ഒരു വലിയ വെല്ലുവിളി ആയിരുന്നിരിക്കണം അദ്ദേഹത്തിന്. സർവാന്തീസിൻ്റെ ഡോൺ കീഹോത്തെ എന്ന സ്പാനിഷ് നോവലാണ്. അദ്ദേഹത്തിൻ്റെ പരിഭാഷയെക്കുറിച്ചുള്ള സങ്കല്പം അതും അദ്ദേഹം തന്നെ പലയിടത്തും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. പരിഭാഷ ലളിതമായിരിക്കണം എന്ന ഒരു കാര്യം, നേരിട്ടുള്ള ഒരു പരിഭാഷയായിരിക്കണം എന്ന ഒരു കാര്യം. മറ്റൊരു അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഈ പരിഭാഷകൻ തൻ്റെ ശൈലിയിലേക്ക് മറ്റുള്ള കൃതികൾ വിവർത്തനം ചെയ്യുകയല്ല വേണ്ടത്, മറിച്ച് ഏത് ശൈലിയാണോ ആ ഗദ്യകാരൻ അഥവാ നോവലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ആ ശൈലിയോട് അടുത്തു വരുന്ന രീതിയിലുള്ള പദാനുപദമായ എന്നാൽ സ്വന്തം ഭാഷയ്ക്ക് സ്വീകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ശൈലിയിലായിരിക്കണം എന്ന്. അപ്പോൾ അങ്ങനെ ശൈലിയുടെ കാര്യത്തിലായാലും ഗുണത്തിൻ്റെ കാര്യത്തിലായാലും അളവിൻ്റെ കാര്യത്തിലായാലും വൈവിധ്യത്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ പരിഭാഷകർ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു പരിഭാഷകനാണ് എൻ മൂസക്കുട്ടി എന്ന് പറയുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. ജീവിത നിയോഗങ്ങൾ കണ്ടെത്തുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ്. എന്നാൽ ചിലർ മാത്രം അത് കണ്ടെത്തുന്നു. ഇവിടെ ആ നിയോഗം കണ്ടെത്തുകയും ജീവിതം സ്വയം സമർപ്പിക്കുകയും ചെയ്ത അക്ഷരങ്ങളുടെ ഇതിഹാസ ഭൂമിക തീർക്കുകയാണ് എൻ മൂസക്കുട്ടി എന്ന വിവർത്തകൻ. നമ്മൾ മലയാളികൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്ന് വിചാരിച്ചാൽ വിവർത്തനം എന്നുള്ള ഒരു സാഹിത്യ പരിശ്രമത്തെ വേണ്ട അളവിൽ ബഹുമാനിക്കാത്ത ആളുകളാണ് പ്രത്യേകിച്ച് ഇന്നത്തെ മലയാളികൾ. അതുകൊണ്ട് വിവർത്തകന്മാർക്ക് അർഹമായ പരിഗണന, ബഹുമാനം നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്നില്ല. പണ്ടിങ്ങനെയല്ല. നമ്മൾ ഭാഷാപിതാവായി ആദരിക്കുന്ന എഴുത്തച്ഛൻ ഒരു വിവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ടൊക്കെ വിവർത്തനങ്ങളാണ്. സാങ്കേതികമായിട്ട് പറയുമ്പോൾ അത് ട്രാൻസ്ലേഷനല്ല, ട്രാൻസ്ക്രിയേഷനാണെന്ന് പറയാം, പുനഃസൃഷ്ടിയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ ഓർക്കേണ്ട അത്. അപ്പോൾ പണ്ട് നമ്മളങ്ങനെ ബഹുമാനിക്കും. 1925 പുസ്തകം വന്നു. അതിൻ്റെ പേര് പാവങ്ങൾ എന്ന. ഫ്രഞ്ച് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാകവി വിക്ടർ ഹ്യൂഗോ എഴുതിയ ലേ മിസറാബിള് എന്ന പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിൽ നിന്നാണ് ആ മലയാള പരിഭാഷ നമ്മുടെ ഭാഷയിലെ പ്രധാനപ്പെട്ട കവി നാലപ്പാട് നാരായണ മേനോൻ സൃഷ്ടിച്ചത്. ആ പുസ്തകം നമ്മുടെ സാഹിത്യ രചന, സാഹിത്യാസ്വാദനം, സാഹിത്യ വിമർശനം എല്ലാ മണ്ഡലങ്ങളെയും സ്വാധീനിച്ചു. അതുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, തകഴി, ദേവ്, ബഷീർ, കുട്ടിക്കൃഷ്ണമാരാർ തുടങ്ങി ആ തലമുറയിലെ മിക്ക എഴുത്തുകാരുമില്ല. അവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് പാവങ്ങൾ എന്നുള്ള പരിഭാഷയാണ്. അപ്പോൾ ഈ തരത്തിൽ പിന്നെ റഷ്യൻ നോവലുകളുടെ പരിഭാഷകൾ, ടോൾസ്റ്റോയ്, അല്ലെങ്കിൽ ഡൊസ്റ്റോവ്സ്കി, അങ്ങനെ ഒരുപാട് ആളുകൾ, ഷേക്സ്പിയറുടെ കൃതികളുടെ പരിഭാഷകൾ, അതിനൊക്കെ വലിയ റോളുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലത്ത് ആ രംഗത്തുള്ള ഭാഷാ സേവനം നിർവഹിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്ത് എൻ മൂസക്കുട്ടിയെ കാണുന്നത്.
അദ്ദേഹത്തിൻ്റെ യുലീസിസ് എന്നുള്ള പുസ്തകത്തിൻ്റെ പരിഭാഷ, അത് എല്ലാവർക്കും അറിയുന്ന മാതിരി ജെയിംസ് ജോയ്സിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ്. അതിൻ്റെ പരിഭാഷയ്ക്ക് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അപ്പോൾ എനിക്കിപ്പോൾ വ്യക്തിപരമായിട്ട് ഇതിൻ്റെ പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാനുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഇടയ്ക്ക് ഒരു 4-5 മാസം മുമ്പ് ഡബ്ലിനിൽ പോയിരുന്നു. ഡബ്ലിൻ നഗരത്തിലാണ് ജെയിംസ് ജോയ്സ് ജനിച്ചു വളർന്നതും ജീവിച്ചുമൊക്കെ. അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട പശ്ചാത്തലം എന്ന് പറയുന്നത് ഡബ്ലിനാണ്. അവിടെ പലയിടത്തും അദ്ദേഹത്തിൻ്റെ പ്രതിമകൾ, അദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രമായിട്ടുള്ള മ്യൂസിയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു മുറി മുഴുവൻ യുലീസസിൻ്റെ വിവിധ ഭാഷകളിലെ പരിഭാഷകളാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മലയാള പരിഭാഷ അതിലില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ലൈബ്രറിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മലയാളം കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ മലയാളം എന്ന് പറഞ്ഞ ഭാഷ എന്താണെന്നൊരു 2 വാക്യത്തിൽ എഴുതി കൊടുത്തു. മൂസക്കുട്ടിയുടെ പരിഭാഷയെ പറ്റി എഴുതി കൊടുത്തു. അത് ആരാണ് അച്ചടിച്ചത്, ആ പരിഭാഷകൻ്റെ വിശേഷം എന്താണെന്നൊക്കെ അവിടെ എഴുതി കൊടുത്തു പോന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിക്കുന്നത്, ഡബ്ലിൻ നഗരത്തിലെ ജെയിംസ് ജോയ്സ് മ്യൂസിയത്തിൽ ചെല്ലുന്ന ഒരാൾ വളരെ വൈകാതെ അവിടുന്ന് മലയാള പരിഭാഷ കണ്ട് മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും 100-ലധികം കൃതികൾ പരിഭാഷപ്പെടുത്തിയ ഒരു പരിഭാഷകൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് വലിയ കടപ്പാടുള്ള ഒരാളാണ് അദ്ദേഹം. നമ്മുടെ പഴയ സാഹിത്യത്തിൻ്റെ, സാഹിത്യ രചനയുടെ, സാഹിത്യ ആസ്വാദനത്തിൻ്റെ, സാഹിത്യ വിമർശനത്തിൻ്റെ ഒക്കെ മണ്ഡലങ്ങളെ വളരെ അഗാധമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പരിഭാഷ എന്ന് നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനവും കടപ്പാടും നന്ദിയും അർഹിക്കുന്ന ഒരാളാണ് എൻ മൂസക്കുട്ടി എന്ന് പറയാൻ എനിക്ക് വ്യക്തിപരമായി വളരെ വളരെ സന്തോഷമുണ്ട്. ഒരു ഭാഷയുടെ സാഹിതീയമായ ഭാവുകത്വവും ഉള്ളടക്കവും തീരുമാനിക്കുന്നതിൽ പരമപ്രധാനമായ പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് വിവർത്തനങ്ങൾ. വാസ്തവത്തിൽ വിവർത്തനങ്ങൾ നിർവഹിക്കുന്ന ഈ ധർമ്മം നമ്മുടെ സാഹിത്യ വിചാരത്തിലോ സാഹിത്യത്തെക്കുറിച്ചുള്ള വിവിധതരം ആലോചനകളിലോ പലപ്പോഴും വേണ്ട അളവിൽ പരിഗണിക്കപ്പെടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറ്റേതെങ്കിലും ഒരു ഭാഷയിലെ മൂലകൃതി മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്ന ഒരു ലഘുവായ ദൗത്യമെന്ന നിലയിലാണ് പലപ്പോഴും വിവർത്തനങ്ങൾ വിലയിരുത്തപ്പെടാറ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഭാഷയുടെ പ്രകൃതത്തെയും അതിൻ്റെ സാഹിതീയ ഭാവുകത്വത്തെയും അതിൻ്റെ സംസ്കാര സ്വരൂപത്തെയും ഒക്കെ നിർണയിക്കുന്നതിൽ വിവർത്തനങ്ങൾ അതത് ഭാഷകളിലെ കൃതികളെക്കാൾ കവിഞ്ഞ പങ്ക് പലപ്പോഴും വഹിച്ചിട്ടുണ്ടാവും എന്ന് വരാം. മലയാളത്തിൽ നാലപ്പാടൻ്റെ പാവങ്ങളുടെ വിവർത്തനം ഉദ്ഘാടനം ചെയ്ത സാമൂഹികവും സാംസ്കാരികവും ഭാവുകത്വപരവുമായ വിപ്ലവം വലിയ അളവിൽ പരിശോധിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ്. സമാനമായ നിലയിൽ നമ്മുടെ ആധുനികതാ പ്രസ്ഥാനത്തിലും നമ്മുടെ നോവലിൻ്റെ വ്യാപന ചരിത്രത്തിലും ഒക്കെ വിവർത്തനങ്ങൾ അത്യന്ത നിർണായകങ്ങളായ പങ്കുവഹിച്ചു. നാലപ്പാടനെയും NK ദാമോദരനെയും VK ഉണ്ണികൃഷ്ണനെയും ഒക്കെ പോലുള്ള നിരവധി വിവർത്തകർ ഭാവുകത്വത്തിൻ്റെ പുതിയ പ്രതലങ്ങളെ നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരികയും അതുവഴി മലയാളത്തിൻ്റെ സാംസ്കാരിക ഉള്ളടക്കത്തെ വലിയ തോതിൽ നവീകരിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രം നമ്മുടെ സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ വിവർത്തന പരമ്പരയിലെ സമുന്നതമായ സ്ഥാനത്താണ് ശ്രീ N മൂസക്കുട്ടി നിലകൊള്ളുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. 100ഓളം വിവർത്തനങ്ങളിലൂടെ നമ്മുടെ ഭാഷാ സാഹിത്യത്തിൻ്റെ പല മേഖലകളെ വിപുലീകരിക്കാനും അതിന് പുതിയ ഉള്ളടക്കം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ധാരാളമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ള, ധാരാളമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യുളീസസ് വിവർത്തനം നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് വളരെ സവിശേഷമായ ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒട്ടും തന്നെ വിവർത്തനക്ഷമമല്ലാത്ത, ഒട്ടും പാരായണക്ഷമം പോലുമല്ല എന്ന് പലരും കരുതുന്ന അതുല്യമായ ഒരു കൃതിയാണ് ജെയിംസ് ജോയ്സിൻ്റെ യുളീസസ് എന്നത്. അതിബൃഹത്തായ കൃതി ഇന്ത്യൻ ഭാഷകളിൽ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും നമ്മുടെ ഭാഷയുടെ സാംസ്കാരിക സ്വരൂപത്തെ വിപുലീകരിക്കുന്നതിൽ വലിയൊരു ചുവട് സംഭാവനയായി വയ്ക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീ N മൂസക്കുട്ടി. ഒപ്പം തന്നെ അദ്ദേഹം വ്യത്യസ്ത ഭാഷകളിൽ നിന്നായി
അതിലെ അതുല്യങ്ങളായ കൃതികൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തിക്കുകയും മലയാളത്തിൻ്റെ സാംസ്കാരിക ഉള്ളടക്കത്തെ വലിയ തോതിൽ ദൃഢീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവർത്തനങ്ങൾ വാസ്തവത്തിൽ ചെയ്യുന്നത് ഒരു ഭാഷയുടെ ഉള്ളിലെ ഘടനാപരമായ തട്ടുകൾ ഏതൊക്കെയാണോ ആ തട്ടുകളിൽ പലതിനോടും സംവാദാത്മകമായി വിനിമയത്തിൽ ഏർപ്പെട്ട് അതിൽ ദുർബലമായവയെ ശാക്തീകരിക്കുക, പ്രബലമായവയുടെ അതിരുകളെ വിപുലീകരിക്കുക, അങ്ങനെ നിലനിൽക്കുന്ന സാഹിത്യ ഭാവുകത്വത്തെ അതിൻ്റെ വിശദാംശങ്ങളിലൂടെ വിപുലീകരിച്ചും ദൃഢീകരിച്ചും കൊണ്ടുവരുന്ന, അതുവഴി ആ സാഹിത്യ ഭാവനയെ തന്നെ പ്രബലമാക്കുന്ന ഒന്നാണ് വിവർത്തനങ്ങളുടെ ദൗത്യം. അങ്ങനെ വിവർത്തനമെന്ന സങ്കല്പം വിപുലീകരിക്കപ്പെടുകയും അത് ഭാഷയുടെ മാത്രമല്ല സംസ്കാരത്തിൻ്റെയും ഒരു സമൂഹത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെയും ഒക്കെ ആധാരമാണ് എന്ന് മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്ന പുതിയൊരു സന്ദർഭത്തിലാണ് മൂസക്കുട്ടിയുടെ വിവർത്തന ദൗത്യങ്ങളെ നാം സവിശേഷമായി മനസ്സിലാക്കേണ്ടത്. 100ഓളം കൃതികൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ സാഹിത്യ ഭാവുകത്വത്തെ സമകാലികമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരാളാണ് ശ്രീ എൻ മൂസക്കുട്ടി. അദ്ദേഹത്തോടുള്ള മലയാള ഭാഷയുടെ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ ആദരാർപ്പണം കൂടിയായി ഈ സംരംഭത്തെ കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നീണ്ട വർഷങ്ങളായി വിവർത്തന പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ അനേകം അന്യഭാഷാ കൃതികളാണ് മലയാളത്തിലേക്ക് എത്തിയത്. മലയാളിക്ക് തികച്ചും അന്യമായ ദേശ സംസ്കാരങ്ങളെയും ജീവിതങ്ങളെയും സ്വന്തമെന്ന പോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നത് വിവർത്തകൻ അനുഷ്ഠിച്ച തപസ്സിൻ്റെ ഫലപ്രാപ്തിയാണ്. സോഷ്യൽ മീഡിയയിലാണ് മൂസക്കുട്ടിയുമായി നേരിട്ട് പരിചയപ്പെടുന്നത്. പക്ഷെ അതിനു മുമ്പ് ആ പേരെനിക്ക് വളരെ അടുത്ത് പരിചിതമാണ്. അദ്ദേഹത്തിൻ്റെ ചില വിവർത്തനങ്ങളെങ്കിലും അതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ യുളീസസ് പോലെയുള്ള വിഖ്യാതമായ ഒരു ക്ലാസിക് മലയാളത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള വളരെ മഹത്തായ ഒരു ദൗത്യമാണ് മൂസക്കുട്ടി നിർവഹിച്ചിട്ടുള്ളത്. ജെയിംസ് ജോയ്സിൻ്റെ ഒരു വർക്ക്, യുളീസസ്, ഡബ്ലിനേഴ്സ് തുടങ്ങിയിട്ടുള്ള വർക്ക്സ് വായിക്കുക എന്നുള്ളത് സാമാന്യമായ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. അങ്ങനെയുള്ളൊരു വർക്ക് പരിഭാഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായൊരു കർത്തവ്യമായിരുന്നിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇംഗ്ലീഷിൽ ആ പുസ്തകം എനിക്ക് വായിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മലയാളത്തിൽ ഞാൻ ആ പുസ്തകം വായിച്ച് തീർത്തിട്ടുണ്ട്. അത്രയും ദുഷ്കരമായിട്ടുള്ള കൃത്യങ്ങൾ. ഇപ്പോൾ യുളിസസിൻ്റെ സെൻറ്റിനറി ആഘോഷിക്കാൻ പോവുകയാണ്. യുളിസസിൻ്റെയും വേസ്റ്റ്ലാൻഡിൻ്റെയും സെൻറ്റിനറി ഈ വർഷം ആഘോഷിക്കപ്പെടുകയാണ് ലോകമെമ്പാടും. സാഹിത്യ അക്കാദമിയും ചില ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള കൃതികളാണ്. അതുപോലെ മൂസക്കുട്ടി സെർവാൻറ്റിസിൻ്റെ വിവർത്തനം നിർവഹിച്ചിരിക്കുന്നു. സെർവാൻറ്റിസിൻ്റെ ഡോൺ ക്വിക്സോട്ട് എന്ന വിഖ്യാതമായ കൃതിയുടെ വിവർത്തനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ്. അതും മലയാളികൾക്ക് നമ്മൾ പ്രീ ഡിഗ്രി ക്ലാസ് മുതൽക്കുള്ള ചരിത്ര ക്ലാസ്സുകളിൽ നവോത്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള മഹത്തായ ഒരു കൃതിയെ സംബന്ധിച്ച് പഠിക്കുമെന്നല്ലാതെ അധികം ആളുകളും സെർവാൻറ്റിസിൻ്റെ ഡോൺ ക്വിക്സോട്ട് വായിക്കുന്നില്ല. ഏതെങ്കിലും പാഠഭാഗങ്ങളായി ചേർത്തുള്ള ചില ഭാഗങ്ങൾ പഠിക്കുകയല്ലാതെ ആ പുസ്തകം സമഗ്രമായിട്ട് വായിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വരവോടുകൂടി അതിപ്പോൾ അടുത്ത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ പുസ്തകവും വിവർത്തനം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ മഹത്തായ ഒരു ദൗത്യമാണ് മൂസക്കുട്ടി ഏറ്റെടുത്തിട്ടുള്ളത്. നിരവധി ചട്ടക്കൂടുകൾക്കകത്ത് നിന്ന് മാത്രമാണ് ഒരു വിവർത്തകന് പ്രവർത്തിക്കാനാവുക. സ്വതന്ത്ര രചന നിർവഹിക്കുന്ന ലാഘവത്വം വിവർത്തനത്തിന് സാധ്യമല്ല. അയാൾ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് വേദനാജനകമായ ഒരു ക്രിയയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉദാത്തമായ അക്ഷരങ്ങളുടെ വിസ്മയകരമായ പറുദീസ തുറക്കുകയാണ് വിവർത്തകൻ. വളരെ സാഹസികമായൊരു സാഹിത്യ സംരംഭമാണ് ഈ ജെയിംസ് ജോയ്സിൻ്റെ യുലിസിസ് പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്നത്. ജെയിംസ് ജോയ്സിൻ്റെ ഏത് വർക്ക് പരിഭാഷപ്പെടുത്തുക എന്നുള്ളതും വളരെ സാഹസികമായിട്ടുള്ളൊരു ദൗത്യമാണ്. ഇത് വിശേഷിച്ചും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒന്ന്, ജെയിംസ് ജോയ്സിൻ്റെ സുപ്രസിദ്ധമോ കുപ്രസിദ്ധമോ ആയിട്ടുള്ള പ്രഖ്യാപനമുണ്ട്. ഞാനിത് എഴുതിയത് സാഹിത്യ നിരൂപകന്മാർക്ക്, സാഹിത്യ പണ്ഡിതന്മാർക്ക്
ഞാൻ എന്താണ് അർത്ഥമാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് പിടികിട്ടാതെ അതിനെക്കുറിച്ച് തർക്കിച്ച് നൂറ്റാണ്ടുകൾ ചെലവഴിക്കാനുള്ള ഒരു സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കുകയാണ് ഈ പുസ്തകം എഴുതിക്കൊണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ളൊരു പുസ്തകം എഴുതാനും അദ്ദേഹം വളരെയധികം ക്ലേശിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഗ്രന്ഥരചനയ്ക്ക് അദ്ദേഹം എത്രമാത്രം ക്ലേശിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കുന്നു. അതിനേക്കാളും ക്ലേശിച്ചിട്ടുണ്ടാവും ഇത് പരിഭാഷപ്പെടുത്താൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു ഗ്രന്ഥം എഴുതുന്ന ആളിന് അദ്ദേഹത്തിൻ്റെ ഇതിവൃത്തത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു സർഗാത്മകമായ അന്വേഷണം നടത്തിയാൽ മതി. പക്ഷേ ഒരു പരിഭാഷകന് അല്ലെങ്കിൽ പരിഭാഷകയ്ക്ക് പല തലങ്ങളിലുള്ള പരകായ പ്രവേശനം നടത്തണം. ആ എഴുത്തുകാരനിലേക്ക് പ്രവേശിക്കണം. ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി ജീവിച്ച സാഹചര്യത്തിലേക്ക്, ചരിത്രഘട്ടത്തിലേക്കൊക്കെ കടന്നു ചെല്ലണം. അയാളുടെ ഭാഷ, അയാൾ പ്രയോഗിച്ച വാക്കുകൾക്ക് ലഭിക്കാവുന്ന വ്യത്യസ്തമായ അർത്ഥങ്ങൾ ആ ഭാഷയിൽ. അപ്പം തത്തുല്യമായി സ്വന്തം ഭാഷയിൽ ഒരു വാക്ക് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ്. കാര്യം പല ഭാഷകൾക്കും ഒരുപാട് സാധ്യതയുണ്ട്. ഇപ്പം നോവൽ എന്ന ഗണത്തിലാണല്ലോ ഇത് പെടുക. മലയാളത്തിൽ നോവൽ എന്ന് പറയുമ്പോൾ വേദനിക്കലെന്നൊരർത്ഥം കൂടെ. അപ്പം പ്രപഞ്ചത്തിൻ്റെ, മനുഷ്യൻ്റെ, പ്രകൃതിയുടെ വേദനിക്കൽ കൂടിയാണ് എല്ലാ കൃതികളും കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ മലയാളത്തിൽ നോവൽ എന്ന് പറയുമ്പം ഇംഗ്ലീഷിൽ പുതുത് എന്ന അർത്ഥമുണ്ട്, മലയാളത്തിൽ വരുമ്പോൾ പല അർത്ഥങ്ങൾ വരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. നാടകം എന്ന് പറയുന്നതിനും തിയേറ്റർ എന്ന് പറയുമ്പോൾ അർത്ഥമല്ല. നാടിൻ്റെ അകം ആണ് ഒരു നാടകം അന്വേഷിക്കുന്നത്. നാടെന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് മൂസക്കുട്ടിയുടെ മുമ്പിൽ ഇത് വലിയൊരു വെല്ലുവിളിയായിട്ട് ഉയർന്നു നിന്നതാണ്. അപ്പോൾ പലരും പാതി വഴി എത്തും മുമ്പ് തന്നെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചിട്ടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളിക്ക് ഇക്കാര്യത്തിലൊരു ധീരതയുണ്ട്. ഇപ്പം അസാധ്യമെന്ന് കരുതുന്ന പലതും ചെയ്യാൻ മലയാളി ഇറങ്ങി പുറപ്പെടാറുണ്ട്. മൂസക്കുട്ടി മാഷ് മലയാള സാഹിത്യ ചരിത്രത്തിൽ സ്വന്തം സ്ഥാനം സർഗാത്മകമായി അടയാളപ്പെടുത്തി കഴിഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു മൂസക്കുട്ടി എന്ന വിവർത്തകൻ വിവർത്തനത്തിൻ്റെ വഴിയിലെത്തുന്നത്. എന്നാൽ ആ യാദൃശ്ചികതയ്ക്കൊപ്പം സ്വയം അറിയാതെ ഉള്ളിൽ അതിനോടുള്ള അഭിവാഞ്ച ഉണ്ടായിരുന്നിരിക്കണം. അത് തിരിച്ചറിഞ്ഞ അദ്ദേഹം അതിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നു. അതിനെല്ലാം നിമിത്തമായത് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ എം റഷീദായിരുന്നു. അക്കാലഘട്ടങ്ങളിൽ പത്രപംക്തികളിൽ സജീവ സാന്നിധ്യമായിരുന്നു എം റഷീദ്. ഈ മൊയ്തു മൈലവിയുടെ മകനാണ്. 1954-57 കാലയളവിൽ കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന സഖാവ് വാരികയുടെ പത്രാധിപരായിരുന്നു. ജയകേരളം, കൗമുദി, മാതൃഭൂമി, മാധ്യമം തുടങ്ങി പ്രമുഖ പത്രങ്ങളിലെല്ലാം അദ്ദേഹം കോളങ്ങൾ കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പിന്തുണയും പ്രോത്സാഹനവും എൻ മൂസക്കുട്ടി എന്ന വിവർത്തകനെ വാർത്തെടുത്തു എന്ന് പറയാം. ആ കാലഘട്ടങ്ങളിൽ എം റഷീദിന് വേണ്ടിയായിരുന്നു വിവർത്തനം ചെയ്തിരുന്നത്. അത് നിശബ്ദമായ ഒരു പാകപ്പെടുത്തലായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹിത്യ വിഭാഗം എന്ന് പറയുന്നത് വിവർത്തനമാണ്. അത് നമുക്ക് എം എൻ സത്യാർത്ഥിയെ പോലെ, കെ രവിവർമ്മയെ പോലെ, നിലീന എബ്രഹാമിനെ പോലെ, ലീല സർക്കാരിനെ പോലെ ഒക്കെയുള്ള ഒരു വലിയ പ്രതിഭകളുടെ ഒരു രംഗമായിരുന്നു അത്. ഞാനീ പറഞ്ഞ ആളുകളെല്ലാം തന്നെ ബംഗാളി സാഹിത്യത്തെയും മറാത്തി സാഹിത്യത്തെയും അത് വളരെ വിപുലമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിനു പുറമെ നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങളുടെ വിവർത്തനം നിർവഹിച്ചതോടുകൂടിയാണ് പുറം ലോകത്തെ എഴുത്തുകളുമായിട്ടും അതിൻ്റെ ലോകവുമായിട്ട് മലയാളി പതുക്കെ പതുക്കെ അഭിരമിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ വിധത്തിൽ മലയാള സാഹിത്യത്തെ പുഷ്ടിപ്പെടുത്തുന്നതിൽ, അതിൻ്റെ ഭാവനാലോകങ്ങൾ വികസിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് വിവർത്തകന്മാരിൽ ഉണ്ടായിരുന്നു. ഈ വിവർത്തകരുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും യയാതി മാധവൻ പിള്ള വിവർത്തനം ചെയ്യുന്നൊരു കാലത്ത് ഞാനന്ന് കോഴിക്കോട് മാതൃഭൂമിയിൽ ജോലി ചെയ്യുന്നൊരു കാലമാണ്. അപ്പോൾ ആ വിവർത്തനത്തിൻ്റെ രീതി, അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രയോഗം, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അത് ഒരു വിദ്യാർത്ഥിയുടെ ഒരു പഠനം മാത്രമായിരുന്നു അത്. നേരെ മറിച്ച് ഞാൻ മൂസക്കുട്ടിയിലേക്ക് വന്നപ്പോഴൊക്കെയാണ് എനിക്ക് തോന്നിയത് ഈ വലിയ മഹാരഥന്മാരായിട്ടുള്ള വിവർത്തകരുടെ ശ്രേണിയിലേക്ക് വളരെ വേഗത്തിൽ മൂസക്കുട്ടി കടന്നു വന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം തിരഞ്ഞെടുത്തത് കൃതികൾ മുഴുവനും
വൈപുല്യം കൊണ്ടല്ല, ഭാവനാലോകങ്ങളുടെ ഏറ്റവും വികാസം നിറഞ്ഞ ഒരു വലിയ വലിയ രചനാലോകങ്ങളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. മറ്റൊന്ന് തോമസ് മന്നിൻ്റെ മാജിക് മൗണ്ടനാണ്. അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് യുളീസസിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. അത് പല കാലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കൃതിയാണ്. അനേകം കാലങ്ങളിലൂടെ ഈ മനുഷ്യവർഗത്തിൻ്റെ നിരന്തരമായിട്ടുള്ള അതിൻ്റെ ഒഴുക്കിനെ സൂചിപ്പിക്കുന്ന ഒരു കൃതിയാണ്. ഒരുപക്ഷെ ഈ നോവൽ സാഹിത്യത്തിലെ ഏറ്റവും ഉത്കൃഷ്ടം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാവുന്ന, ഏറ്റവും മൗലികതയുള്ളത് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൃതിയാണ് തോമസ് മന്നിൻ്റെ ഈ പുസ്തകം. അപ്പോൾ അതിൻ്റെ ഒരു വിവർത്തനം നിർവഹിക്കുമ്പോൾ നമുക്ക് സ്വപ്നം, അതുപോലെ തന്നെ കാലം, യാഥാർത്ഥ്യം, അതിൻ്റെ പ്രവാഹം, അതിലൂടെ കടന്നു വരുന്ന ലോകക്രമം എന്നിങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആ രചനാ സമ്പ്രദായത്തെ അതിൻ്റെ തീവ്രതയോടുകൂടി അതിൻ്റെ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രയാസകരമായുള്ളൊരു കാര്യമാണ്. അപ്പോൾ മൂസക്കുട്ടി ആ പുസ്തകത്തിൽ നിർവഹിച്ചിരിക്കുന്ന ആ സൂക്ഷ്മത, ആ വിവർത്തനത്തിൽ വന്നിട്ടുള്ള ആ കൃത്യത, അതിൻ്റെ ഒരു സമഗ്രത, അത് മുഴുവൻ നമുക്ക് ഈ വിവർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ വിവർത്തനം യഥാർത്ഥത്തിൽ മൂലകൃതിയോട് നീതി പുലർത്തുന്ന ഒന്നായിട്ട് മാറുകയാണ്. അക്ഷരങ്ങളുടെ മഹാകനിവിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ നിയോഗത്തിൻ്റെ പൊരുൾ എൻ മൂസക്കുട്ടി എന്ന അക്ഷരോപാസകൻ തിരിച്ചറിയുകയായിരുന്നു. അങ്ങനെ പ്രസിദ്ധമായ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയും ചിന്തകനുമായിരുന്ന ലിയഫ് ഡേവിഡോവിച്ച് ട്രോട്സ്കിയുടെ ഒരു കൃതി സാഹിത്യവും വിപ്ലവവും എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. 1995 ഖനി ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. വിവർത്തന സാഹിത്യത്തിലേക്ക് ഒരു വാതായനം തുറക്കുകയായിരുന്നു ആ കൃതി. കോഴിക്കോട് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന തൊഴിലാളി വർഗം, ചെങ്കതിർ എന്നീ പ്രസിദ്ധീകരണങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കെ എം റഷീദ് പലതരം വിവർത്തനങ്ങളും മൂസക്കുട്ടിയെ ഏൽപ്പിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് ട്രോട്സ്കിയുടെ പുസ്തകം വിവർത്തനം ചെയ്യാനുള്ള ദൗത്യം മൂസക്കുട്ടിയെ ഏൽപ്പിക്കുന്നത്. ആ പുസ്തകം മികവുറ്റ രീതിയിൽ വിവർത്തനം ചെയ്യാൻ കഴിഞ്ഞത് മൂസക്കുട്ടി എന്ന വിവർത്തകന് ആത്മവിശ്വാസമേകിയിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായിരുന്നു പിന്നീട് വന്ന ഓരോ കൃതികളും. മലപ്പുറം ജില്ലയിലെ കുഗ്രാമമായ അയിരൂരിലാണ് മൂസക്കുട്ടി ജനിക്കുന്നത്. കാലം അത്രയൊന്നും പുരോഗതി പ്രാപിച്ചിരുന്നില്ല. പുരോഗതി പ്രാപിച്ചത് അത്രയൊന്നും അയിരൂർ ഗ്രാമം അറിഞ്ഞതുമില്ല. മലയാളത്തിലെ വിവർത്തന സാഹിത്യത്തിലെ ഒരു മഹാത്ഭുതം എന്നാണ് ഞാൻ എൻ മൂസക്കുട്ടിക്കായെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണെന്ന് പറയാം. ഞങ്ങൾക്ക് പുഴയ്ക്ക് അക്കരെയാണ് അയിരൂർ, നാരായണപ്പുഴയ്ക്ക് അക്കരെ. അക്കരെ എന്ന് പറയുന്ന ഞങ്ങളുടെ അക്കരെ അതാണ്. അവിടെ അയിരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ പഠിച്ചതും വളർന്നതുമൊക്കെ തൃശ്ശൂരും മറ്റ് ഭാഗങ്ങളിലുമാണ്. ഞാൻ ദീർഘകാലം അന്വേഷിച്ച് നടന്നൊരു പുസ്തകമായിരുന്നു ട്രോട്സ്കിയുടെ സാഹിത്യവും വിപ്ലവവും. ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ആ പുസ്തകം കിട്ടേണ്ടതുണ്ടായിരുന്നു. അന്വേഷിച്ച് പിടിച്ചപ്പോഴാണ് ആദ്യകാലത്ത് മൂസക്കുട്ടിക്ക പരിഭാഷപ്പെടുത്തിയ സാഹിത്യവും വിപ്ലവവും എന്ന പുസ്തകത്തിൻ്റെ ഒരു പഴയ കോപ്പി എം റഷീദ് കായിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ വിവർത്തനത്തിൻ്റെ ഒരു വലിയ ക്യാൻവാസ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹമാണ് തോമസ് മാൻ്റെ പുസ്തകം മാജിക് മൗണ്ടൻ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹമാണ് ജെയിംസ് ജോയ്സിൻ്റെ യുളീസസ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് ലഭ്യമായ ലോകപ്രശസ്തങ്ങളായ മിക്ക പ്രധാന കൃതികളും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് മൂസക്കുട്ടിക്കയാണ്. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് 100-ലധികം കൃതികളാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ട്രോട്സ്കി എഴുതിയ സ്റ്റാലിൻ്റെ ജീവചരിത്രമുണ്ട്. ഇതൊക്കെ അപൂർവ പുസ്തകങ്ങളാണ്. മലയാളത്തിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പല നിലയ്ക്ക് പ്രയോജനപ്പെടാവുന്ന പുസ്തകങ്ങളാണ് ട്രോട്സ്കിയുടെ സാഹിത്യവും വിപ്ലവവും, ട്രോട്സ്കി തന്നെ എഴുതിയ സ്റ്റാലിൻ്റെ ജീവചരിത്രം പോലുള്ള പുസ്തകങ്ങൾ. പൂർണ്ണ സമയം അദ്ദേഹം ജീവിതം സമർപ്പിച്ചത് പരിഭാഷകൾക്ക് വേണ്ടിയാണ്. നല്ല ഭാഷയാണ്, ഈ അടിതെളിഞ്ഞ മലയാള ഭാഷ എന്ന് പറയാവുന്ന ഭാഷയാണ്. മാത്രമല്ല ഈ കൃതിയോട് പൂർണ്ണ നീതി പുലർത്തിക്കൊണ്ടേ മൂസക്കുട്ടിക്ക വിവർത്തനം നിർവഹിക്കുകയുള്ളൂ. ഈ സ്വതന്ത്ര പരിഭാഷ പോലുള്ള ഈ വിവർത്തകൻ്റെ പരിമിതികൾ മൂടിവെക്കാനുള്ള തന്ത്രങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. ഒരു കൃതി ആ കൃതിയുടെ പൂർണ്ണതയോടുകൂടി
മലയാള വായനക്കാർക്ക് എത്തിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അതിനുവേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങൾ കുറച്ചൊന്നുമല്ല. സ്വതവേ അന്തർമുഖനാണ് മൂസക്കുട്ടിക്ക, അധികം സംസാരിക്കുകയില്ല. എനിക്ക് അദ്ദേഹത്തിനോട് ഉള്ള ഇഷ്ടം അതാണ്. അദ്ദേഹം വളരെ അന്തർമുഖമായിക്കൊണ്ട് വിശിഷ്ടമായ സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. ഇത്രയേറെ വർഷത്തിനിടയിൽ ആ സൗമ്യവും ശാന്തവുമായ മന്ദഹാസത്തിനുള്ളിലെ സ്നേഹത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എവിടെ ചെന്നാലും ഏതെങ്കിലും വേദികളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹം ഉണ്ടാവും. തൃശ്ശൂർ ചെല്ലുമ്പോൾ സദസ്സിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ നിശബ്ദനായി മൂസക്കുട്ടിക്ക ഇരിക്കുന്നുണ്ടാവും. 100-ലധികം ലോകപ്രശസ്തമായ ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരാളാണെന്നുള്ള ഒരു അവകാശവാദവുമില്ലാതെ ഞാനെന്ന അഭാവത്തോടു കൂടിയാണ്, ഞാനെന്ന ഭാവത്തോടു കൂടിയല്ല, ഞാനെന്ന അഭാവത്തോടു കൂടിയാണ് മൂസക്കുട്ടിക്കയുടെ ജീവിതം. കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് വിവർത്തനത്തിന്. ഞാൻ തന്നെ മുൻകൈ എടുത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇ കെ ദിവാകരൻ പോറ്റിയുടെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്ന പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കൊളാടി ഗോവിന്ദൻകുട്ടി പുരസ്കാരം, യുവകലാസാഹിത്യയുടെ പേരിലുള്ള ആ പുരസ്കാരം അദ്ദേഹത്തിന് നിശ്ചയിക്കുമ്പോൾ ഞാനും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതവുമായും ദീർഘകാലത്തെ ബന്ധം എനിക്കുണ്ട്. എനിക്ക് സ്വന്തം ജ്യേഷ്ഠനെ പോലെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് എൻ മൂസക്കുട്ടിക്ക. ഇപ്പോഴും യൗവനയുക്തനാണെന്ന് ഞാൻ പറയുക. വിവർത്തനത്തിൻ്റെ യൗവനം ഇന്ന് മൂസക്കുട്ടിക്കായിലൂടെയാണ് മലയാളത്തിൽ ജീവിക്കുന്നത്. ഇനിയും ദീർഘവർഷങ്ങളിൽ മലയാളത്തെ സമ്പന്നമാക്കാൻ, ലോകത്തിലെ എല്ലാ വിശിഷ്ട കൃതികളും മലയാളത്തിലേക്ക് എത്തിക്കാൻ മൂസക്കുട്ടിക്കായ്ക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ലോകം വല്ലാത്ത വിശാലതയിൽ പടർന്നു തുടങ്ങിയ കാലം. വെളിയങ്കോട് ഹൈസ്കൂളിലായിരുന്നു മൂസക്കുട്ടിയുടെ സ്കൂൾ വിദ്യാഭ്യാസം. പടർന്നു പന്തലിച്ച മാവുകളും ജരബാധിച്ച തെങ്ങുകളും നിറഞ്ഞ വിശാലമായ പറമ്പുകളിലൂടെയായിരുന്നു അക്കാലങ്ങളിൽ സ്കൂളിലേക്കുള്ള യാത്ര. പ്രകൃതിയോടും അനേകം ജീവജാലങ്ങളോടും സംവദിച്ചുള്ള ഒരു യാത്രയാണത്. അതിൻ്റെ ആസ്വാദ്യത നുകർന്നാണ് അക്കാലങ്ങളിൽ സ്കൂളിലേക്കുള്ള പോക്ക്. തുടർന്ന് കോഴിക്കോട് ഫാറൂഖ് കോളേജ്, തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജ്, സെൻറ് തോമസ് കോളേജ് തൃശ്ശൂർ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA ബിരുദം കരസ്ഥമാക്കി. ഈ കാലയളവിൽ തൻ്റെ നാട്ടുംപുറത്തെ പ്രമുഖ വായനശാലയായ ഉണ്ണി സ്മാരക ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങളുടെ സഹയാത്രികനായി. വായന അദ്ദേഹത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. മികച്ച പല കൃതികളിലൂടെയും കടന്നുപോയി. പാരലൽ കോളേജുകളുടെ വസന്തകാലമായിരുന്നു അപ്പോൾ. നിരവധി പാരലൽ കോളേജുകൾ ഗ്രാമങ്ങളിലടക്കം സജീവമായി കൊണ്ടിരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തിയും മൂല്യവും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു ജനങ്ങൾ. ഉണ്ണി സ്മാരക ഗ്രന്ഥാലയത്തോട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ട്യൂട്ടോറിയലിൽ അധ്യാപകനായുള്ള വേഷപ്പകർച്ചയും ഇക്കാലഘട്ടത്തിൽ സംഭവിച്ചു. അത് വലിയ ഒരു അനുഭവമായിരുന്നു. വൈവിധ്യമാർന്ന സ്വഭാവവിശേഷണമുള്ള വിദ്യാർത്ഥികളിലൂടെ കടന്നു പോവുക എന്നത്. ഏകദേശം 4 വർഷക്കാലം ആ പ്രക്രിയ തുടർന്നു. പഠിച്ചും വായിച്ചും അനുഭവങ്ങളുടെ ഭൂമികയിലൂടെ ഒഴുക്കിനൊത്ത് അങ്ങനെ നീങ്ങി. മാനസിക സഞ്ചാരങ്ങളും വായനയും തന്നെയായിരുന്നു കൂടുതലായി ഉണ്ടായിരുന്നത്. ഇതിനെല്ലാം പ്രേരകം അന്തർമുഖനായിരുന്നു എന്നത് തന്നെ ആയിരിക്കണം. ചുറ്റുപാടുകളെ തിരസ്കരിക്കുകയായിരുന്നില്ല. ഏകാന്തത ആഴത്തിൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാകാം കാരണം. ഏകാന്തതയോളം ചലനാത്മകമായത് മറ്റൊന്നില്ല എന്ന് പറയുന്നത് പോലെ ആ ഏകാന്തതയിലും അദ്ദേഹം തിരക്കിലായി. പൊതുമധ്യത്തിൽ ഇടപഴകിയും വെറും ഭാഷണങ്ങൾ നടത്തിയും സമയമെന്ന നീതിയെ ദുർവ്യയം ചെയ്തിരുന്നെങ്കിൽ എൻ മൂസക്കുട്ടി എന്ന വിവർത്തകന് പകരം ഒരു ശരാശരി സാധാരണ ജോലിയിൽ മുഴുകിയ ഒരു മൂസക്കുട്ടിയായി മാത്രമേ അദ്ദേഹത്തെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. എൻ മൂസക്കുട്ടിയെ എനിക്ക് 3-4 തരത്തിലിഷ്ടമാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ വിവർത്തകനാണിന്നും. അദ്ദേഹത്തിലെ വിവർത്തകനെ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തിലെ പത്രപ്രവർത്തകനായിട്ട് ഇണങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിലെ എക്സ്പ്രസ് പത്രത്തിൽ
അദ്ദേഹം ജോലി ചെയ്യുന്ന കാലം തൊട്ടേ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. പിന്നീട് ആ സൗഹൃദം വളരെ വികസിച്ച് വന്നത് ഞാൻ കേരള സാഹിത്യ അക്കാദമിയിലെ സ്റ്റാഫായിട്ട് വന്നപ്പോഴാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം പലതരത്തിൽ, ചില സാംസ്കാരിക സംഘടനകളിലുള്ള പ്രവർത്തനം, പിന്നീട് അടുത്തറിയുമ്പോൾ അദ്ദേഹം കേരളോർമ്മക്കാരനാണെന്ന് അറിയുമ്പോഴുണ്ടായൊരു സന്തോഷം, അതുപോലെ തന്നെ അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള സാംസ്കാരിക വിമർശകനും നിരൂപനമൊക്കെ ആയിട്ടുള്ള അരവിന്ദാക്ഷൻ മാഷ്ടെ ശിഷ്യനായിരുന്നു കേരളോർമ്മയിലെന്ന് അറിയുമ്പോഴുണ്ടായിട്ടുള്ള സന്തോഷം. അങ്ങനെ ഞങ്ങൾ പല തലത്തിലും ഒത്തു പ്രവർത്തിക്കുന്നതിനുള്ള അവസരമുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ പുസ്തകം വിവർത്തനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സാഹിത്യ അക്കാദമിയിൽ അദ്ദേഹം എത്തുന്നത്. അപ്പം അദ്ദേഹം വന്നിങ്ങനെ വിവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ പല പുസ്തകങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ആശയവിനിമയം നടന്നു. ഒരു വലിയ പുസ്തകം എങ്ങനെ ഏറ്റവും നല്ലത് മലയാള ഭാഷയിലേക്ക് വരേണ്ടതായ, ഇതുവരെ തർജ്ജമ ചെയ്യപ്പെടാത്തൊരു പുസ്തകം, ഒരു ഹെർക്കുലിയൻ ടാസ്ക്കായിട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ യുലീസസ് എന്നുള്ളൊരു ആശയം വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എന്നോട് ഒരിക്കൽ കറണ്ട് ബുക്സിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ട് അരവിന്ദാക്ഷനൊക്കെ പറഞ്ഞിട്ട് ഞാനത് ആദ്യം വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് വീണ്ടും ശ്രമിച്ചുകൂടാ? അപ്പോൾ അതിൻ്റെ കുറേ പ്രയാസങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ശ്രമിച്ചതിൻ്റെ, മറ്റുള്ള ആളുകൾ ഭാഷയിൽ ചെയ്തിട്ട് പരാജയപ്പെട്ടതിനെക്കുറിച്ച് പറഞ്ഞു, ഇന്ത്യയിൽ തന്നെ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് സമയമെടുത്തിട്ടായാലും അതിൻ്റെ എന്താ പറയുക, ഒരു വിശദമായ പഠനം നടത്തിയിട്ട് അതിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലമൊക്കെ പഠിച്ച് ആ രീതിയിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ടാസ്ക് ഏറ്റെടുക്കേണ്ടായത്. അങ്ങനെ അദ്ദേഹം അതിനു വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും അത് ഏതാണ്ട് ഒട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ തർജ്ജമ പൂർത്തീകരിക്കുകയും ചെയ്തു. പല ആളുകളും ആ തർജ്ജമയെക്കുറിച്ചൊക്കെ ഇപ്പോഴും പറയുമെങ്കിലും ഇതിലും നല്ല തർജ്ജമ ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ വലിയ വിജയം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ജോലി സാമ്പത്തികമായ താല്പര്യങ്ങൾ മുൻനിർത്തി അല്ലാതെ ചെയ്തു തീർക്കുക, ഒരു സാംസ്കാരികമായ താല്പര്യത്തിൻ്റെ, ഒരു സാഹിത്യമായ താല്പര്യത്തിൻ്റെ, ഒരു ഭാഷാപരമായ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് മലയാള ഭാഷയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സാംസ്കാരിക ദൗത്യമാണ്. അത് അദ്ദേഹം വളരെ എന്താ പറയുക സമയങ്ങളെടുത്ത് വളരെയധികം എന്താ പറയുക കഷ്ടപ്പെട്ട് അദ്ദേഹം നിർവഹിച്ചു എന്നുള്ളത് മലയാള ഭാഷ അദ്ദേഹത്തോട് എക്കാലത്തും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഞാനൊരിക്കൽ സച്ചിദാനന്ദ മാഷോട് ഈ വിവർത്തനം വരുന്ന സമയത്ത് ചോദിക്കേണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പക്ഷേ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വിവർത്തന കൃതിയാവാനാണ് ഇത് സാധ്യത. ആ രീതിയിൽ എന്തായാലും ആ വിവർത്തനം വരുന്നത് വളരെ വലിയ എന്താ പറയുക മലയാള ഭാഷയുടെ പദസമ്പത്ത് വർദ്ധിപ്പിക്കും. ഒരു പക്ഷേ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ കാലത്ത് ഭാരത തർജ്ജമ പോലെ, അതുപോലെ നമ്മുടെ നാലപ്പാടിൻ്റെ തർജ്ജമ പോലെ, ഭാഷയിൽ അതുപോലെ തന്നെ NV-യുടെ ശാസ്ത്ര സാഹിത്യത്തിലെ ഇടപെടൽ പോലെ ഭാഷയിൽ പദസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ ശ്രമമായിട്ട് തന്നെ അത് എടുക്കുകയാണെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണിത്. എല്ലാം കൊണ്ടും ആ വിവർത്തനം വളരെ വലിയ ഒരു പരിശ്രമം തന്നെയാണ്. അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. കേരള സാഹിത്യ അക്കാദമി അത് അവാർഡ് നൽകിയൊക്കെ ആദരിച്ചു. പക്ഷേ കേന്ദ്ര സാഹിത്യ അക്കാദമിയെ പോലുള്ളൊരു സ്ഥാപനം സാങ്കേതികമായ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ആ കൃതി പരിഗണിക്കപ്പെടാതെ പോയത്. പലപ്പോഴും സാങ്കേതികമായ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള നീതി നിഷേധിക്കപ്പെടാറുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നീടും വലിയ വലിയ മാജിക് ലാൻറ്റേൺ പോലുള്ള കൃതികൾ ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ വിവർത്തന രംഗത്ത് ഇപ്പോഴും അദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. വൈകാതെ പ്രവാസ ജീവിതത്തിലേക്ക് യാത്ര തിരിച്ചു. നീണ്ട 7.5 വർഷം ഖത്തർ ഗവൺമെൻറ്റിൻ്റെ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു. അവിടെ ജോലി എന്ന യാത്രികതയിലൂടെ നീങ്ങുമ്പോൾ ഖത്തറിൻ്റെ ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ എഴുത്തുകൾ നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് നാട്ടിലെത്തി എക്സ്പ്രസ് ദിനപത്രത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. വിവർത്തകൻ എന്ന നിലയിലേക്കുള്ള വളർച്ചയുടെ പുതിയ പടവുകളായിരുന്നു അത്. അധികം നാൾ അത്തരത്തിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം എക്സ്പ്രസ് പത്രം അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു.
ഇതിനിടയിൽ പല പ്രസാധകരുമായി ബന്ധപ്പെടുകയും അവർ ആവശ്യപ്പെട്ട തരത്തിൽ വിവർത്തനം ചെയ്തു കൊടുക്കുകയും ചെയ്യുക വഴി സ്വന്തം പാത പൂർണ്ണമായും വിവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം എക്സ്പ്രസ് പത്രത്തിൽ നിന്നും രാജിവെച്ച് പൂർണ്ണമായും വിവർത്തനത്തിലേക്ക് പ്രവേശിച്ചു. പിന്നീട് മലയാള വിവർത്തന സാഹിത്യത്തിലേക്ക് മുതൽക്കൂട്ടായി അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി വിവർത്തന കൃതികൾ പുറത്തുവന്നു. അതിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ലോകത്തിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായ ജെയിംസ് ജോയ്സിയുടെ യുലീസസിൻ്റെ വിവർത്തനം ഏറ്റവും കാഠിന്യമേറിയതാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ ആ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യാൻ പലരും ശ്രമിച്ച് പരാജയപ്പെട്ട ഒന്നാണ്. ജെയിംസ് ജോയ്സ് തന്നെ ഒരു ദുർഗ്രാഹ്യമായ ഒരു കൃതിയാണ് യുലീസസ് എന്ന് അവകാശപ്പെടുന്നു. കാലത്തിനുമപ്പുറത്തേക്ക് ആ കൃതി സഞ്ചരിക്കാൻ താൻ സ്വയം ചെയ്ത ഒന്നാണത് എന്ന് ജെയിംസ് ജോയ്സി പറയുന്നു. 1904 ജൂൺ 16 അയർലൻഡിലെ ഡബ്ലിൻ നഗരത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ ആഖ്യാനമാണ് നോവൽ. സമകാലിക സംഭവങ്ങളും സാഹിത്യവും ചരിത്രവും തത്വചിന്തയും മിത്തുകളും ഉൾപ്പെടുന്ന ഒരു ബൃഹത്തായ ഭൂമികയാണ് യുലീസസ്. ഏകദേശം 1244 പേജുകളിലായി പരന്നുകിടക്കുന്ന ഒരു കൃതി. 18-ാം അധ്യായത്തിൽ 20,000 വാക്കുകൾക്കിടയിൽ ആകെ 2 പൂർണ്ണവിരാമം മാത്രമാണുള്ളത്. ബോധധാര രീതിയിലാണ് ഈ അധ്യായത്തിൻ്റെ രചന. 1922 യുലീസസ് പ്രസിദ്ധീകരിക്കുന്നത്. അശ്ലീല നോവൽ എന്ന് മുദ്രകുത്തി ബ്രിട്ടനിലും അമേരിക്കയിലും ഈ നോവൽ നിരോധിക്കപ്പെട്ടു. കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി 2009 മൂസക്കുട്ടി ഈ കൃതി വിവർത്തനം ആരംഭിച്ചത്. 2011 നീണ്ട 2.5 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ട് അദ്ദേഹം വിവർത്തനം പൂർത്തീകരിച്ചു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച വിവർത്തനങ്ങളിലൊന്നാണ് യുലീസസ്. അമ്പത് വർഷത്തെ ഹൃദ്യമായ സ്നേഹബന്ധമാണ് മൂസക്കുട്ടിയുമായി എനിക്കുള്ളത്. 72-74 കാലത്ത് കേരളോർമ്മ കോളേജിലെ BA വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ കോളേജ് അധ്യാപകനും ഹോസ്റ്റലിലെ റെസിഡൻ്റ് വാർഡനുമായിരുന്നു. അന്നത്തെ ഉശിരും ഉന്മേഷവും പ്രസരിപ്പുമുള്ള മൂസക്കുട്ടിയുടെയും കൂട്ടുകാരെയൊക്കെ ഞാനിന്ന് ബേബി, സൈതാലിക്കുട്ടി, സഗീർ തുടങ്ങിയ കൂട്ടുകാരെയൊക്കെ ഞാനിപ്പോൾ നൊസ്റ്റാൾജിയോടെ ഓർക്കുകയാണ്. അത് കഴിഞ്ഞ് സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് MA പാസ്സായി കുറേ കാലം അധ്യാപകനൊക്കെ ആയി ട്യൂട്ടോറിയലിലൊക്കെ വർക്ക് ചെയ്തു. പിന്നീട് കുറച്ച് കാലം ഗൾഫിൽ പോയി. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് തൃശ്ശൂർ എക്സ്പ്രസ്സിലെ പത്രാധിപ സമിതിയിലെ അംഗമായപ്പോഴാണ് മൂസക്കുട്ടിയുമായിട്ടുള്ള ബന്ധം വീണ്ടും ദൃഢതരമായത്. അന്ന് തൃശ്ശൂർ എക്സ്പ്രസ്സിൽ വളരെ പ്രഗത്ഭന്മാരായ ആൾക്കാർ, ശ്രീധരനെ പോലെ, വാര്യരെ പോലെ, മോഹനെ പോലെ, ശ്രീകുമാറിനെ പോലെ, നീലനെ പോലെ, ഡേവിസ് കണ്ണായിക്കലിനെ പോലെ ഒക്കെയുള്ള വളരെ മിക്കവരും കേരള കോളേജിൻ്റെ സ്റ്റുഡൻസ് കൂടിയാണ്. അവരുടെ സംഘത്തിൽ ഊർജ്ജസ്വലനായ പത്രാധിപരായി മൂസക്കുട്ടി ഉണ്ടായിരുന്ന കാര്യം ഞാൻ ഓർക്കുന്നു. തീർച്ചയായും ഞാൻ വളരെ സന്തോഷത്തോടെ ധന്യതയോടെ വളർച്ച നോക്കിക്കാണുന്ന ഒരു വിവർത്തകൻ എന്ന നിലയ്ക്ക് അംഗീകൃതനായ ഏറ്റവും വലിയൊരു വിവർത്തകനാണ് മൂസക്കുട്ടി എന്നറിയുന്നതിലുള്ള സന്തോഷം, ചാരിതാർത്ഥ്യം വളരെ വലുതാണ്. മരണം പതിയിരിക്കുന്ന തണുത്തുറഞ്ഞ അന്തരീക്ഷത്തിൽ മാജിക് മൗണ്ടൻ എന്ന കൃതി സജീവമാകുന്നു. 1924 പ്രസിദ്ധീകരിച്ച ഈ കൃതി 20-ാം നൂറ്റാണ്ടിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ കൃതികളിലൊന്നായി കണക്കാക്കുന്നു. 1929 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച മാജിക് മൗണ്ടൻ വിഖ്യാത ജർമ്മൻ നോവലിസ്റ്റായ തോമസ് മാൻ്റെ ക്ലാസിക് കൃതിയാണ്. ഈ ഗ്രന്ഥം വിവർത്തനം ചെയ്യുക വഴി എൻ മൂസക്കുട്ടി മറ്റൊരു ക്ലാസിക് ഗ്രന്ഥവുമായി മലയാള ഭാഷയെ കൂട്ടിച്ചേർക്കുകയാണ്. പരിഭാഷക്കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ കുറിച്ചു: 1929 നൊബേൽ സമ്മാനത്തിന് അർഹമായി. സത്യാന്വേഷണ സംബന്ധമായ കൃതി, അന്തരാർത്ഥങ്ങളുള്ള അന്യോപദേശ കഥ എന്നീ തലങ്ങളിൽ വായിക്കപ്പെടാവുന്ന ഒരു നോവലായി പല നിരൂപകരും മാജിക് മൗണ്ടനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചിന്തയുടെയും അനുഭവത്തിൻ്റെയും ബഹുവിധമായ ഇഴകൾ സമർത്ഥമായി കൂട്ടിയിണക്കിയാണ് ആഖ്യാന മാതൃക രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന താമസയോഗ്യമായ മലനിരകൾ,
യൂറോപ്പിൻ്റെയും താഴെയുള്ള ആതുര ലോകത്തിൻ്റെയും പരിച്ഛേദനമായി കണക്കാക്കാം. വൈജ്ഞാനികം, വിവർത്തനം, പുനരാഖ്യാനം എന്നീ വിഭാഗങ്ങളിലായി 130-ൽ പരം കൃതികൾ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ പുറത്തുവന്നു. 1001 രാവുകൾ, വെർജീനിയ വൂൾഫിൻ്റെ എഴുത്തുകാരിയുടെ മുറി, ഡെക്കാമറൺ കഥകൾ, എൻ്റെ ജീവിതം, ചാർലി ചാപ്ലിൻ, ചെക്കോവിൻ്റെ വാൻക, ബ്രിട്ടീഷ് ദാർശനികനും യുക്തിചിന്തകനും ഗണിതശാസ്ത്രജ്ഞനും ചരിത്രകാരനും സാമൂഹ്യ സൈദ്ധാന്തികനുമായിരുന്ന ബെർട്രാഡ് റസലിൻ്റെ തിരഞ്ഞെടുത്ത ഉപന്യാസങ്ങൾ, അമേരിക്കൻ എഴുത്തുകാരനായ ഹെർണസ്റ്റ് ഹെമിംഗ്വേയുടെ പ്രസിദ്ധമായ ദി ഓൾഡ് മാൻ ആൻഡ് സീ എന്ന കൃതി, ഡെസ്റ്റോവസ്കിയുടെ അധോലോകത്തു നിന്നുള്ള കുറിപ്പുകൾ, അർദ്ധരാത്രിയുടെ മറുവശം സിഡ്നി ഷെൽഡൻ, പാവങ്ങൾ എന്ന വിശ്വവിഖ്യാത കൃതിയുടെ സംഗ്രഹീത രൂപം, ടോൾസ്റ്റോയുടെ ഇവാൻ ഇലിയച്ചിൻ്റെ മരണം, കുറ്റാന്വേഷണ നോവൽ സാഹിത്യത്തിലെ രാജ്ഞിയായി അറിയപ്പെടുന്ന അഗത ക്രിസ്റ്റിയുടെ ആത്മകഥ, ലിയോ ടോൾസ്റ്റോയ്, മുസോളിനി, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരുടെ ആത്മകഥ, ചന്ദ്രനിലിറങ്ങിയ ആദ്യ മനുഷ്യൻ H.G. വെൽസ്, ട്രോട്സ്കി രചന നിർവഹിച്ച സ്റ്റാലിൻ്റെ ജീവചരിത്രം, വാൻഗോഗിൻ്റെ കത്തുകൾ തുടങ്ങി 130-ൽ പരം കൃതികൾ N. മൂസക്കുട്ടി എന്ന എഴുത്തുകാരൻ്റേതായിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ വിവർത്തനത്തിനുള്ള അവാർഡ്, സമഗ്ര സംഭാവനയ്ക്കുള്ള MN സത്യാർത്ഥി പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. മൂസക്കുട്ടി എന്ന വിവർത്തകനുമായി HNCക്കുള്ള ബന്ധം അനേക വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. 40 വർഷത്തോളമായി ഇത് തുടർന്നു വരുന്നു. ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ 50ഓളം പുസ്തകങ്ങൾ HNC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡേവിഡ് കോപ്പർഫീൽഡ്, മോണ്ടിക്രിസ്റ്റോ തുടങ്ങിയ ലോക ക്ലാസിക്കുകളുടെ പുനരാഖ്യാനവും നൂറ്റാണ്ടിനെ മാറ്റിമറിച്ച ഇന്ത്യക്കാർ, പ്രപഞ്ച വിസ്മയങ്ങൾ എന്നീ വൈജ്ഞാനിക സാഹിത്യത്തിൽപ്പെടുന്ന പുസ്തകങ്ങളും സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങളും കൂടാതെ H.G. വെൽസിൻ്റെ ടൈം മെഷീൻ വരെ അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. നല്ല പുസ്തകങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് വായനക്കാരിൽ എത്തിക്കുവാൻ അദ്ദേഹം ഏറെ പുസ്തകങ്ങൾ തയ്യാറാക്കി തന്നിട്ടുള്ളതാണ്. മൂല്യവത്തായ കഥകൾ ഉൾപ്പെടുന്ന ഖുറാൻ കഥകൾ, ജീവിത വിജയത്തിനുള്ള ചിന്തകൾ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുവാൻ തുടങ്ങിയ ചില പുസ്തകങ്ങൾ അവയിൽ ചിലത് മാത്രമാണ്. ഇപ്പോഴും HNCക്ക് വേണ്ടി ഒരു പുസ്തകം അദ്ദേഹം വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്നതാണ്. വായനക്കാർ നെഞ്ചിലേറ്റുന്ന അനവധി പുസ്തകങ്ങൾ ഇനിയും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വിവർത്തനമെന്ന ധ്യാനം അവിരാമം തുടർന്നുകൊണ്ട് ഭാര്യ ബൽക്കീസുമൊത്ത് അദ്ദേഹം തൃശ്ശൂരിലെ സുഗേയം എന്ന തൻ്റെ വസതിയിൽ പുതിയ വിവർത്തനങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറായ ലാഷിൻ, നെറ്റ്വർക്ക് എഞ്ചിനീയറായ ലുബിൻ എന്നിവർ മക്കളാണ്. മികച്ച വിവർത്തനങ്ങൾ ഇനിയും സംഭവിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം തൻ്റെ എഴുത്തുമുറിയിൽ അക്ഷരങ്ങൾക്കൊപ്പം തിരക്കിലാണ്. വാക്കുകളെ ഉപാസിച്ച് അക്ഷരങ്ങളെ കോർത്തിണക്കി N. മൂസക്കുട്ടി എന്ന വിവർത്തകൻ രചനാപരമായ ആത്മവേദനയുടെ തപസ്സിലാണ്. അക്ഷരപ്പൂക്കൾ വിരിയാനായി മേഘമായി മാറി മഴയായി പെയ്തു. മരുപ്പച്ച തേടും മലയാള മണ്ണിൽ നേത്രമായി മാറി നിന്നുൾ കാഴ്ചകൾ